നമ്മുടെ കൊച്ചിയിൽ ഒരു മിനി പഞ്ചാബുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുദ്വാരകളിലൊന്ന്. 1955 കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അടുത്താണ് കേരളത്തിലെ ആദ്യത്തെ ഗുരുദ്വാര വന്നത്. പിന്നീട് 1975 ഇപ്പോൾ ഉള്ള ലൊക്കേഷനിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് പോയത്. കാരണം ഇവിടെയുള്ളവരെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ പിന്നീടാണ് ആ കാര്യം മനസ്സിലായത്, ഇവർ ഭയങ്കര വെൽക്കമിങ് ആണെന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇവരൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഞങ്ങൾക്ക് തന്നു. പിന്നീട് ഇവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കൈയും കാലെല്ലാം നല്ല പോലെ കഴുകിയിട്ട് തല കവർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഇവിടെ വന്നപ്പോ എല്ലാവരുടെയും അരയിൽ ഇങ്ങനെ ഒരു കത്തി കണ്ടിരുന്നു. അത് ഇങ്ങനെ ഇത് തന്നെ. അത് ആക്ച്വലി എന്താ, ഇപ്പൊ ഹിന്ദുസിനകത്ത് ബ്രാഹ്മൺസ് ഉണ്ടാവും, ജിനയും ഇടും. ചില പേരിടും, ചില പേര് ഇടാത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കൃപാന്ന് പറയുമ്പോ സാധനം ചില പേരിടും, ചില പേര് ഇടാത്തുണ്ട്. പിന്നെ ഇത് മെയിൻ വെച്ചേക്കണ എന്താണ്, സേഫ്റ്റിയാണ്. നോട്ട് ഫോർ ഓൺലി അവർ സേഫ്റ്റി, അതർ ഓൾസോ. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവര് നമുക്ക് പ്രസാദവും ഭക്ഷണവും തരും. പക്ഷെ ആകെ ഒരു നിർബന്ധമേ ഉള്ളൂ, തരുന്ന ഭക്ഷണം നിർബന്ധമായിട്ടും മുഴുവൻ കഴിച്ചിരിക്കണം. ഭക്ഷണത്തോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ചോറും നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഒരു വെജിറ്റബിൾ കറിയും സാലഡും നല്ല സേമിയ പായസമായിരുന്നു. വയറ് നിറച്ച് ഭക്ഷണവും പായസം എല്ലാം കുടിച്ചതിന് ശേഷം അവിടെയുള്ള ആൾക്കാരോട് കുറച്ചു നേരം സംസാരിച്ച് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഗുരുദ്വാരയിൽ നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെല്ലുക. കാണുമ്പോൾ കുറച്ച് റഫായിട്ടൊക്കെ തോന്നുമെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്.